ഹദീസിൽ ഗൗരവമുള്ള താക്കീതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുജാഉ ബിറജുലിൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒരാളെ കൊണ്ടുവരും. ഫയുൽഖാ ഫിന്നാർ, അവനെ നരകത്തിലേക്കിടും. ഫതൻദലിഖ അഖ്താബുഹു ഐ തഖ്റുജു അംആഉഹു, അവന്റെ വയറ് പൊളിഞ്ഞ് അതിൽ നിന്ന് കുടൽമാലകളും മറ്റും എല്ലാം പുറത്തേക്കിട്ട അവസ്ഥയിൽ നരകത്തിൽ കിടക്കും. വയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ബിർറഹാ, കഴുതയെല്ലാം പണ്ട് ചക്കിൽ ഇങ്ങനെ ആട്ടുന്ന എണ്ണ ആട്ടുന്ന മൃഗങ്ങളെ കൊണ്ട് ആട്ടുമ്പോൾ ഒരു മൃഗങ്ങൾ കൊണ്ട് ഒരു വടി നടുവിൽ പോയി ഇങ്ങനെ കറങ്ങുമല്ലോ, അതേപോലെ ഈ വയറ്റുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടാകും. അഹ്ലുന്നാർ, അപ്പൊ നരകാവകാശികൾ ഇയാളിങ്ങനെ ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്ന കാണുമ്പോൾ നരകാവകാശികൾ അയാളുടെ അടുത്തേക്ക് വരും. വയഖൂലു, എന്നിട്ട് ചോദിക്കും, ഐ ഫുലാൻ, മനുഷ്യ, മാ ശഅനുക്, നിന്റെ അവസ്ഥ എന്താണ്? അലം തകുൻ തഅ്മുറുനാ ബിൽ മഅറൂഫ് വതൻഹാനാ അനിൽ മുൻകർ, ആളുകൾ ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് ഭൂമിയിൽ വെച്ച് നന്മ കൽപ്പിച്ചിരുന്ന ആളല്ലേ, തിന്മ വിരോധിച്ചിരുന്ന ആളല്ലേ, നീ അങ്ങനെ ഒരാളായിരുന്നല്ലോ, ഞങ്ങളോട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു, ഇന്നത് ചെയ്യണം പറഞ്ഞു, അങ്ങനെ ഒരാളായിരുന്നില്ലേ? ഖാല ബല, അപ്പോൾ അയാൾ പറയും, അതെ ഞാൻ അങ്ങനെ ആയിരുന്നു. കുൻതു ആമുറുക്കും ബിൽ മഅറൂഫ് വലാ ആതീഹ്, ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനത് കൊണ്ടുവന്നില്ല. വൻഹാകും അനിൽ മുൻകർ, ഞാൻ തിന്മകളും തെറ്റുകളും ഞാൻ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. വആതീഹ്, ഞാൻ അതിന്റെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കിയും, അത് അത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്.